ആനിമൽസ് കാണാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സിനിമ. വേണമെങ്കിൽ നിങ്ങളും കണ്ടോ. എന്നൊരു മൂഡിൽ എനിക്ക് ഫീൽ ചെയ്ത സിനിമയാണ് ഈ വർഷത്തെ ബെസ്റ്റ് ആനിമേറ്റഡ് ഫീച്ചർ ഫിലിമിന്റെ ഓസ്കാർ വിൻ ചെയ്ത ദി ഫ്ലോ എന്ന് പറയുന്ന സിനിമ. ഈ സിനിമയുടെ പോസ്റ്ററിൽ തന്നെ ഒരു കറുത്ത പൂച്ചയൊക്കെ ഇരിക്കുന്നത് കാണുമ്പോഴത്തേക്ക് നമുക്ക് തോന്നും ഈ കറുത്ത പൂച്ചയുടെ പേരാണ് ഫ്ലോ എന്ന്. അങ്ങനെയാണ് നോർമലി ആനിമേറ്റഡ് ഫീച്ചർ ഫിലിംസിനൊക്കെ ഉണ്ടാവുക. നമ്മൾ ഒരു പെക്യുലർ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ നെയിമൊക്കെ ആയിരിക്കും മൂവിന്റെ ടൈറ്റിലായിട്ടും ഒക്കെ വരിക. പക്ഷേ അല്ല, ഇത് നമ്മൾ പറയില്ലേ ലെറ്റ്സ് ഗോ വിത്ത് ദ ഫ്ലോ, അല്ലെങ്കിൽ പോണ പോലെ പോട്ടെ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ആ ഫ്ലോ ആണ് ഈ ഫ്ലോ. അതായത് ഇതൊരു ഒഴുക്കാണ്. ഒഴുക്ക് മാത്രമല്ല, ഒഴുക്കിൽ പെട്ട ഒരു കഥയാണ് ഈ ഫ്ലോ എന്ന് പറയുന്ന സിനിമയുടെ കഥ. ഇതൊരു ബ്യൂട്ടിഫുള്ളി മെയ്ഡ്, ഒരു വെൽ ക്രാഫ്റ്റഡ്, എന്താ പറയുക, ഒരു ഫിലിം മേക്കിംഗ് മാർവലാണ്. കാരണം വളരെ ലോ ബഡ്ജറ്റിൽ ക്രിയേറ്റ് ചെയ്ത് ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് തരുന്ന ഒരു മാജിക്കൽ സിനിമയാണ്. ഇതിലൊരു പൂച്ചയാണ് ഇതിലെ മെയിൻ ക്യാരക്ടർ. ആ പൂച്ചയിലൂടെ നമ്മൾ ട്രാവൽ ചെയ്യാണ്. പൂച്ചയും കുറച്ച് ക്യാരക്ടേഴ്സും ആനിമൽസ് ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സും ഒക്കെ ഉണ്ട്. ഇതിൽ ഒരു ക്യാരക്ടേഴ്സിനും പേരില്ല. നമുക്ക് ഇതൊരു ബ്ലാക്ക് ക്യാറ്റ് അല്ലെങ്കിൽ വേറെ ഓരോരോ ആനിമൽസിന് നമ്മൾ ഈ നമ്മൾക്ക് ഈ ആനിമൽസിനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് ആ ഓരോരോ പേരുകൾ അവരുടെ ആ ഒരു വർഗത്തിന്റെ പേര് അവരെ വിളിക്കുക എന്നുള്ളതിനപ്പുറം ഒരു ക്യാരക്ടർ നെയിം ഇല്ല ഈ സിനിമയിൽ. അത് ഭയങ്കര ഡിഫറെൻ്റ് ആണ്, ഭയങ്കര യുണീക്കാണ്. ഞാൻ അധികം സിനിമകളിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. പ്രത്യേകിച്ച് ആനിമേറ്റഡ് ഫിലിംസിൽ ഒരു ക്യാരക്ടറിന് പേരില്ലാത്ത സിനിമ ഞാൻ കണ്ടിട്ടില്ല. അത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. അതുപോലെ തന്നെ ഈ പടത്തിൽ കാണിച്ചു വെച്ചേക്കുന്ന ഒരു സ്കേപ്പ്, ആ ഒരു ലാൻഡ്സ്കേപ്സ് ആവട്ടെ, നേച്ചർ ആവട്ടെ, നടക്കുന്ന ഓരോ എലമെന്റ്സും, ഇപ്പം അതിലെ വാട്ടർ ആവട്ടെ, സ്കൈ ആവട്ടെ, ക്യാരക്ടർ ഡിസൈൻസ് ആവട്ടെ, എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അതിൽ നടക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ ഒരു ഡിസാസ്റ്റർ പോലുള്ള ഒരു കാര്യമാണ്. ഇതൊരു ഡിസ്റ്റോപ്പിയൻ മൂവിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ പടം നടക്കുന്ന കാലഘട്ടം ഏതാണെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ പടത്തിന് നമുക്ക് വേണമെങ്കിൽ ആനിമൽസിന്റെ 2018 എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം ഇതൊരു സർവൈവൽ മൂവിയാണ്. സർവൈവൽ മൂവി എന്ന് പറയുമ്പോൾ ആനിമേറ്റഡ് മൂവി ആകുമ്പോൾ അതിൻ്റെ ഒരു ഫിക്ഷണൽ സ്പേസും അല്ലെങ്കിൽ ഒരു ഇമാജിനേറ്റീവ് വേൾഡും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ആ ഒരു കഥ നടക്കുന്ന രീതിയാവട്ടെ, അല്ലെങ്കിൽ കഥ നടക്കുന്ന സ്ഥലമാവട്ടെ, നടക്കുന്ന മൊത്തം ഡിസാസ്റ്റർ എന്നൊക്കെ പറയുന്നത് നമ്മൾ 2018 നമ്മൾ അനുഭവിച്ച സെയിം കാര്യം അതിൻ്റെ എത്രയോ മടങ്ങ് ഇരട്ടിയിൽ ഈ ആനിമൽസ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും, അവരുടെ സർവൈവലിന് വേണ്ടി ഒരുമിച്ച് വരുമ്പോൾ അതെങ്ങനെയുണ്ടാവും എന്നൊക്കെ ഉള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്രദർഹുഡ് എന്ന് പറയാൻ പറ്റില്ല, ഒരു എന്താ പറയുക, സർവൈവിങ് ടാക്ടിക്സിന്റെ ഭാഗമായിട്ട് ഒരുമിച്ച് കൂടുന്ന അവർ തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ കഥയാണ്. നമ്മൾ നോർമലി ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ സഹായിക്കുന്ന കാര്യം പറയുമ്പോഴത്തേക്ക് ഇത്തിരി മനുഷ്യത്വം കാണിക്കട എന്നൊക്കെ പറയും. അതേപോലെ തന്നെ നമ്മളൊരു മൃഗത്തിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ ഇച്ചി മൃഗത്വം പാലിക്കട എന്ന് പറയാറില്ല. കോമൺ ആയിട്ട് അതിൻ്റെ ഒരു ഫീൽ എന്ന് പറയുന്നത് എമ്പത്തിയാണ്. മറ്റൊരാളുടെ ഒരവസ്ഥയിൽ നമുക്ക് ഒരു അനുകമ്പ തോന്നുക, അതിന് നമുക്ക് സഹായിക്കാനോ അല്ലെങ്കിൽ ഒരാൾ വീണ് കിടക്കുമ്പോൾ പിടിച്ചു കയറ്റാൻ തോന്നുക എന്നൊക്കെ പറയുന്ന പോലുള്ള ഒരു ബേസിക് കോർ ഇമോഷൻ എന്ന് പറയുന്നത് എമ്പത്തിയാണ്. അത് ഈ പടത്തിന്റെ സ്റ്റാർട്ട് ടു എൻഡ് അതിഭീകരമായിട്ടുണ്ട്. അതിൽ പല വർഗത്തിൽ പെടുന്ന, പല ആനിമൽ കാറ്റഗറീസിൽ പെടുന്ന ആൾക്കാർ ഒരുമിച്ച് വരികയാണ്. അവരുടെ സോൾ പർപ്പസ് എന്ന് പറയുന്നത് സർവൈവൽ മാത്രമാണ്, അല്ലാതെ പരസ്പരം കൊന്നു തിന്നാനോ അങ്ങനത്തെ ഒന്നും ആ സമയത്തില്ല. ഭയങ്കര രസമാണ് ഈ ഒരു സിനിമ പോകുന്ന ആ ഒരു ഫ്ലോയിൽ നമുക്ക് കണ്ടിരിക്കാൻ. അവതാർ പോലത്തെ സിനിമകളൊക്കെ ഒരുപാട് ആൾക്കാർ പറയും നിങ്ങളിത് തിയേറ്ററിൽ പോയി തന്നെ കാണണം, മിസ്സാക്കരുത്, ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്, ഇതൊക്കെ പറയും. പക്ഷേ ഇതുപോലത്തെ ഒരു സിനിമയെ പറ്റി അധികം ആൾക്കാർ പറയില്ല. കാരണം ഈ പടത്തിന് അത്രത്തോളം മാർക്കറ്റിംഗ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ഓസ്കാർ വിൻ ചെയ്തത് കൊണ്ടാണ് ഞാൻ തന്നെ ഈ സിനിമയെ പറ്റി അറിഞ്ഞത്. ഇപ്പോൾ തിയേറ്ററിലുണ്ട്. ഈ പടം നമുക്ക് കാണുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നേച്ചർ ആവട്ടെ, ഇപ്പോൾ അതിലെ വെള്ളം, സ്കൈ, അതിലുള്ള ആനിമൽസ്, ആ ആനിമൽസിൻ്റെയൊക്കെ ബിഹേവിയർ, ഈ ഫ്ലോ സിനിമയിലെ പൂച്ചയുണ്ട്, ആ പൂച്ചയുടെ ഓരോ മാനറിസംസ്, ആ പൂച്ച നടക്കുന്നത്, നമുക്ക് ആ പൂച്ചയോട് പാവം തോന്നും. അതിന് അണ്ടർഗോ ചെയ്യുന്ന സിറ്റുവേഷൻസ് ഒക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കരമായിട്ട് എന്തായാലും ഇങ്ങനെയും തോന്നും. ആ ഒരു സ്ട്രഗിളുണ്ട്. ഒന്നും നമ്മുടെ കൺട്രോളിലല്ല. ബട്ട് സ്റ്റിൽ ആ ഒരു പോയിന്റിൽ വി ആർ ഡൂയിങ് വാട്ട് എവർ വി ക്യാൻ ടു ഓവർകം ദ സിറ്റുവേഷൻ ആൻഡ് ലിവ്. ആ ഒരു ലൈഫിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള അവരുടെ ഒരു എഫേർട്ട് അതിഭീകരമാണ്. അതിൻ്റെ പോക്കിൽ തന്നെ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെന്റ്സ് ഉണ്ട്. ഈ ആനിമൽസ് തമ്മിലുള്ള ഭയങ്കര രസമുള്ള ഹ്യൂമർ ഉണ്ട്.
പിന്നെ ഇവർ തമ്മിലുള്ള വളരെ കുഞ്ഞു കുഞ്ഞു സില്ലി ആയിട്ടുള്ള കാര്യങ്ങളിൽ പോലും അവർക്ക് തോന്നുന്ന ഇമോഷണൽ കണക്ഷൻസ് ഉണ്ട്. അവരുടെ ചില ഇമോഷണൽ ഫാക്ടേഴ്സ് ഉണ്ട്. പിന്നെ ഒരു പടത്തിന്റെ ഒരു മെയിൻ പോയിന്റിൽ എത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഒരു സറിയൽ ഒരു ഔട്ട് ഓഫ് ദ വേൾഡ് ഒരു ഭയങ്കര ഭീകര വിഷ്വൽസ് തരുന്ന ഒരു സീക്വൻസ് ഉണ്ട്. ആ സീക്വൻസ് കാണുമ്പോൾ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഹെവൻലി. നമ്മൾ അതിലങ്ങ് ഇമ്മേഴ്സ്ഡ് ആയിപ്പോവും. ഞാൻ തിയേറ്ററിൽ പോയി കാണുന്ന സമയത്ത് അധികം ആൾക്കാരൊന്നും ഈ പടം കാണാനില്ലായിരുന്നു. പക്ഷേ കണ്ട ആൾക്കാരെല്ലാം അവർ അത് എൻജോയ് ചെയ്യുന്നത് അവരുടെ ശബ്ദത്തിലാവട്ടെ, അവർ വണ്ടറടിച്ച് വാവെന്നും പറഞ്ഞ് നിന്നത് നമുക്ക് കേൾക്കാം. അത് തിയേറ്ററിൽ പോയിരുന്ന് കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീലാണ്. അത് ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും മിസ്സാക്കാൻ പാടില്ലാത്ത ഒരു സിനിമയാണെന്ന് ഫ്ലോ എന്ന സിനിമയെ പറ്റി ഞാൻ പറയും. പിന്നെ ഈ പടത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ ലോജിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും അപ്പോൾ പിന്നെ ഇതെന്താ എന്നൊക്കെ തോന്നുന്ന കുറേ കാര്യങ്ങളുണ്ട്. കാരണം ഈ കഥ നടക്കുന്ന സ്ഥലം അല്ലെങ്കിൽ ഈ കഥ നടക്കുന്ന സമയം എന്ന് പറയുന്നത് മാൻമെയ്ഡ് ആയിട്ടുള്ള ഹ്യൂമൻ മെയ്ഡ് ആയിട്ടുള്ള വീടുകളുണ്ട്, ബോട്ടുണ്ട്, അങ്ങനത്തെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷേ ഫ്രം സ്റ്റാർട്ട് ടിൽ എൻഡ് ഒരൊറ്റ മനുഷ്യനെ പോലും നമ്മൾ കാണില്ല. എന്തിന് മനുഷ്യന്റെ തലയോട്ടി പോലും നമ്മൾ കാണില്ല. മൃഗങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊരു ഡിസ്റ്റോപ്പിയ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റില്ല. കാരണം ലഷ് ഗ്രീൻ ആയിട്ടുള്ള ഫോറസ്റ്റും ഒരുപാട് വെള്ളവും ഒക്കെയാണ്. നമ്മൾ ടിപ്പിക്കലി ചിന്തിക്കാറുള്ള ഡിസ്റ്റോപ്പിയ എന്ന് പറയുന്നത് വെള്ളമൊന്നുമില്ലാത്ത തരിശു ഭൂമിയായിട്ടുള്ള ഡെസേർട്ട് പോലെ കിടക്കുന്ന വളരെ ഒട്ടി വലിഞ്ഞു നിൽക്കുന്ന മനുഷ്യരും മൃഗങ്ങളും ഒക്കെ ഉള്ള സ്പേസിനെയാണ് പൊതുവെ ഡിസ്റ്റോപ്പിയ എന്ന് നമ്മൾ വിളിക്കാറുള്ളത്. പക്ഷെ ഇതിൽ മനുഷ്യരില്ല എന്നുള്ളതേ ഉള്ളൂ. ഒരു പ്രത്യേകതരം ലോകം. മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും മനുഷ്യരില്ല. ഒറ്റ മനുഷ്യരുമില്ല. അത് മാത്രമല്ല, മനുഷ്യരില്ല എന്ന് പറയുമ്പോൾ അതൊരു മനുഷ്യവാസമെല്ലാം പോയി അല്ലെങ്കിൽ മനുഷ്യരെല്ലാം നശിച്ചിട്ട് കുറേ കാലമായി എന്ന് തോന്നത്തക്ക രീതിയിൽ പ്രാചീനവുമല്ല. എങ്കിൽ നമുക്ക് ടിപ്പിക്കലി കാണിക്കാറുള്ള ഈ ചിലന്തി വലകളും ചെതൽപ്പുറ്റുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. ഇതൊന്നുമില്ല. അതുകൊണ്ട് ഇത് എന്താണ് അവിടെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നും നമുക്ക് മനസ്സിലാവില്ല. ഓരോന്നോരോന്നിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ ഒന്നും പുറകെ നമുക്ക് ഇപ്പം മറ്റേ ഇടി ഉണ്ടാവുന്നത് ഇങ്ങനെയാണ്, മഴ ഉണ്ടാവുന്നത് ഇങ്ങനെയാണ്, ഒരു ഫോർകാസ്റ്റ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ കിട്ടും എന്ന് പറയും. ഇതൊന്നും കിട്ടാത്ത കുറച്ച് ആനിമൽസിനെ സംഭവിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? ആ ഒരു അവർ പോകുന്ന പോക്കിൽ അടുത്തെന്താണ് അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അവർ എങ്ങോട്ടാണ് പോകുന്നത്, അവരിതെല്ലാം കഴിഞ്ഞ് എത്തുന്ന സ്ഥലത്ത് എന്താണ് സംഭവിക്കുന്നത്, ഒരു തരത്തിലും നമുക്ക് റിയലിസ്റ്റിക് ആയിട്ടും ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമൊന്നുമല്ല. പക്ഷേ ആനിമേറ്റഡ് ഫിലിംസിന്റെ പ്രത്യേകത അത് തന്നെയാണ്. അവരുടെ മാജിക് എന്ന് പറയുന്നത് മേക്ക് ബിലീഫിന്റെ എക്സ്ട്രീമാണ്. അവർ കാണിക്കുന്ന വേൾഡ് റിയൽ അല്ല. അവർ കാണിക്കുന്ന വേൾഡ് എന്ന് പറയുന്നത് അവരുടേതായിട്ടുള്ള ഒരു സെപ്പറേറ്റ് വേൾഡാണ്, ഒരു പാരലൽ യൂണിവേഴ്സാണ്. അപ്പോൾ അവിടെ നടക്കുന്ന കഥകളെല്ലാം തന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് തോന്നാത്ത വിധം ബിലീവബിൾ ആക്കുക എന്ന് പറയുന്നിടത്ത് തന്നെ അവർ വിജയിച്ചു. ആൻഡ് ഈ പടത്തിന് വളരെ കുറഞ്ഞ ബഡ്ജറ്റേ ഉള്ളൂ എന്നാണ് ഞാൻ കേട്ടത്. കാരണം അവൻ്റെ കൂടെ കോമ്പീറ്റ് ചെയ്ത വൈൽഡ് റോബോട്ട് എന്ന സിനിമ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടതാണ്. അതും നല്ല സിനിമയാണ്. പക്ഷേ ഈ പടം കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ തട്ട് താഴെ തന്നെ ഇരിക്കും. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഹൈലി ഇമോഷണൽ ആയിട്ടുള്ള, കംപ്ലീറ്റ്ലി നമ്മളെയൊക്കെ എൻഗേജ് ചെയ്യിപ്പിച്ച് പിടിച്ചിരുത്തുന്ന ഭയങ്കര ബ്യൂട്ടിഫുൾ സീനറീസ് ഉള്ള ഒരു വെൽ ക്രാഫ്റ്റഡ് ഒരു ഫിലിം മേക്കിംഗ് മാർവൽ. അല്ലാതെ അതിൽ കുറഞ്ഞൊന്നും സിനിമയെ പറയാൻ പറ്റില്ല. ഇത് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് ബ്ലെൻഡർ എന്ന് പറയുന്നത് ഫ്രീ സോഫ്റ്റ്വെയറിലാണ്. ഇതിൻ്റെ ഫിലിം മേക്കർ വീഡിയോ ഗെയിം ഇൻസ്പയർഡ് ആയിട്ടാണ് സിനിമ ചെയ്തിട്ടുള്ളതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം വീഡിയോ ഗെയിംസിൽ അധികം ഡയലോഗ്സും മറ്റു കാര്യങ്ങളൊന്നുമില്ല. ബട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യും. ഈ സിനിമയിൽ അതുപോലെ തന്നെയാണ്. ഇവർ ഈ ആനിമൽസ് തമ്മിൽ ഒരു തരത്തിലുള്ള വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇല്ല. ബട്ട് അവരുടെ ആക്ടിവിറ്റീസിലൂടെ, അവരുടെ ജെസ്റ്റേഴ്സിലൂടെ, അവരുടെ മൂവ്മെൻറ്റ്സിലൂടെ ഒക്കെ തന്നെ നമുക്ക് കിട്ടും. അവരുടെ ഫേസ് കാണിച്ചാൽ നമുക്ക് മനസ്സിലാവും അവരുടെ മനസ്സിൽ എന്താ പോകുന്നുള്ളത്. അതൊരു ഭയങ്കര ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ്. സാധാരണ സിനിമകളിലൊക്കെ ഉള്ളതുപോലെ വോയിസ് ഓവേഴ്സ് പോലും ഇല്ല. ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മൾ കംപ്ലീറ്റ്ലി അവരാരാണെന്ന് അറിയില്ല, എന്താണെന്ന് അറിയില്ല. പക്ഷേ അവർക്ക് ഓരോ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ, അവർക്ക് ഓരോരോ ട്രാജഡി സംഭവിക്കുമ്പോൾ, അവർ ഒരു തരത്തിൽ ടാക്കിൾ ചെയ്ത് എത്തുമ്പോഴത്തേക്കും അവിടെ വേറൊരു ഒബ്സ്റ്റക്കിൾ വരുന്നു, അല്ലെങ്കിൽ വേറൊരു ചലഞ്ച് വരുന്നു. അതൊക്കെ കാണുന്ന സമയത്ത് അവരെ നമുക്ക് അറിയില്ലെങ്കിൽ പോലും, ഇപ്പം നമ്മൾ നമ്മുടെ കൺമുന്നേ ഒരു എലിയോ എന്തെങ്കിലും വെള്ളത്തിൽ നിന്ന് കരയെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സമയത്ത് അതിനെ നമ്മൾ രക്ഷപ്പെടുത്താൻ നോക്കിയിട്ടില്ലെങ്കിൽ പോലും അത് രക്ഷപ്പെടുവോ ഇല്ലയോ എന്നറിയാനായിട്ട് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കില്ലേ, ഒരു ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കില്ലേ. ആ ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ത്രൂ ഔട്ട് ഈ പടത്തിൽ കിട്ടുക. ആ ഒരു സർവൈവൽ, അവരെല്ലാം സർവൈവ് ചെയ്ത് അപ്പുറത്തെത്തുമ്പോഴും ഇനി വരാൻ പോകുന്നത് എന്തു, അങ്ങനത്തെ ഒരു ചോദ്യത്തിലാണ് ആ ഒരു പടം അവസാനിക്കുന്നത്. ഭയങ്കര
ആംബിഗ്യസ് ആയിട്ടുള്ള എൻഡിങ് ആണ്. എന്നാൽ പോലും നമുക്ക് ആസ് എ ഫിലിം തിയേറ്ററിൽ പോയി കാണുമ്പോൾ കിട്ടുന്ന ഒരു ഹൈ, ഒരു ഒരു സന്തോഷം, നമുക്ക് ഒരു ഓഡിയോ വിഷ്വൽ എക്സ്പീരിയൻസ് കിട്ടുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു പരമാലാഭം, അത് പെർഫെക്റ്റ് ആയിട്ട് ഡെലിവർ ചെയ്യുന്ന ഒരു സിനിമയാണ് ദി ഫ്ലോ. ഈ വീഡിയോ എനിക്ക് ഭയങ്കര പേഴ്സണലാണ്. കാരണം ഞാൻ ഈ പടം കൊള്ളില്ലായിരിക്കും, കാണണ്ടെന്ന് പറഞ്ഞ് ഒഴിവാക്കാമെന്ന് വിചാരിച്ചിരുന്ന ഒരു സിനിമയായിരുന്നു. പക്ഷേ എനിവേ ഐ വെന്റ് ആൻഡ് വാച്ച്. കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു ഒരു വല്ലാത്തൊരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ, ഇത് ഞാൻ മിസ്സാക്കിയിരുന്നെങ്കിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ ഞാനത് കമ്പ്യൂട്ടറിലോ ടി വിയിലോ അല്ലെങ്കിൽ ഫോണിലോ ഒക്കെ കണ്ടിരുന്നെങ്കിൽ, അങ്ങനെ കാണുന്ന മൊമെൻറ്റിൽ എനിക്ക് ഉണ്ടാവാൻ ചാൻസ് ഉള്ള റിഗ്രറ്റ് എന്ന് പറയുന്നത് എത്രത്തോളം വലുതാണെന്ന് ഈ പടം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. ഈ പടം മിസ്സാക്കല്ലേ എന്നുള്ളത് എൻ്റെ ഒരു ഹംബിൾ റിക്വസ്റ്റ് ആണ്. പ്ലീസ് ഗോ ആൻഡ് വാച്ച് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ് ബിഫോർ ഇറ്റ് ലീവ്സ് ദ തിയേറ്റർ. നിങ്ങൾ നിരാശപ്പെടുത്തില്ല, കാരണം അത്രയ്ക്കുണ്ട്. ഇതൊരു മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ആൻഡ് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ളത് പ്ലീസ് ഡു ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്. ആൻഡ് till we meet with another video. Bye.